HD ക്യാമറകൾ ചലച്ചിത്ര നിർമ്മാണത്തിലെ ഒരു നിർണായക വഴിത്തിരിവാണ്. ഫിലിം നെഗറ്റീവിൽ നിന്നും കാർഡിലേക്കുള്ള ചിത്രീകരണ മാറ്റം സിനിമയ്ക്ക് സാധ്യതകളുടെ പുതിയ ആകാശമാണ് തുറന്നിട്ടിരിക്കുന്നത്. ആരി കമ്പനിയുടെ ക്യാമറകളിൽ നിന്ന് വിഭിന്നമായി പുറത്തുവന്ന താരതമ്യേന വില കുറഞ്ഞ കാനൺ 70 ഛായാഗ്രഹണ രംഗത്ത് വിപ്ലവകരമായ ഒരു വഴിത്തിരിവാണ്. ഇതൊരു സ്റ്റിൽ ക്യാമറ ആണെന്ന് വിചാരിച്ചോ? ഇത് സ്റ്റിൽ ക്യാമറ അല്ല, ഇതാണ് ഏറ്റവും പുതിയ മൂവി ക്യാമറ. കാനൺ 7D എന്നാണ് ഈ ക്യാമറയുടെ പേര്. ഇത് ഡിജിറ്റൽ ഫോർമാറ്റാണ്. നമ്മുടെ വലിയ സാധാരണ മൂവി ക്യാമറയിൽ ഫിലിമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇത് ഡിജിറ്റലിയാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഡിജിറ്റൽ റെക്കോർഡിംഗ് ആണ് ഇതിലുള്ളത്. ഇതിൽ ഒരു മുഴുവൻ സിനിമ ഇപ്പോൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഫുൾ സിനിമ ഈ ക്യാമറയിലാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ഒരു തമാശ എന്ന് വെച്ചാൽ സിനിമ ഷൂട്ടിങ്ങിൻ്റെ പഴയ സങ്കല്പങ്ങളെല്ലാം മാറാൻ പോവുകയാണ്. കാരണം സാധാരണ നമ്മൾ ലൊക്കേഷനിൽ കാണുന്ന വലിയ ക്യാമറ, അതിൻ്റെ വലിയ ലെൻസുകൾ, ഒരു യുദ്ധോപകരണം പോലെ ഉണ്ടായിരുന്ന പഴയ ക്യാമറയിൽ നിന്ന് ഇപ്പോൾ മാറി വളരെ ഹാൻഡി ആയിട്ടുള്ള ചെറിയ ഇത്രയും കൈയുടെ ഉള്ളിലേക്ക് ഒതുങ്ങുന്ന രീതിയിൽ ക്യാമറയും സിനിമാറ്റോഗ്രാഫിയും ചുരുങ്ങുകയാണ്. ഇത് ഡിജിറ്റൽ 2K റെസൊല്യൂഷനിലാണ് ഇതിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. ഈ ലെൻസ് നമ്മുടെ മൂവി ക്യാമറയിൽ ഉപയോഗിക്കുന്ന ലെൻസ് തന്നെയാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ ക്യാമറയിൽ, ഈ കൊച്ചു ക്യാമറയിൽ വലിയ മൂവി ക്യാമറയിൽ ഉപയോഗിക്കുന്ന ലെൻസാണ്. ഇത് 50mm ലെൻസാണ്. ഈ ലെൻസ് വലിയ മൂവി ക്യാമറയിൽ ഉപയോഗിക്കുന്നതാണ്. അത് ഇതിലും യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ഈ ക്യാമറയിൽ യൂസ് ചെയ്യും. ഇത് മാത്രമല്ല, ഇത്തരം മറ്റ് വലിയ നമ്മൾ മുൻപ് കണ്ടിട്ടുള്ള വലിയ സൂം ലെൻസുകൾ എല്ലാം ഇതിൽ ഘടിപ്പിക്കാനും വർക്ക് ചെയ്യാനും പറ്റും. ഇത് ഫോക്കസാണ്. ഫോക്കസ് മാറ്റുന്നതിനാണ് ഈ നോബ് ഉപയോഗിക്കുന്നത്. എക്സ്പോഷർ ഇവിടെയാണ്. ഇത് എക്സ്പോഷർ നമ്മുടെ ലൈറ്റ് എത്രയുണ്ടെന്നനുസരിച്ച് ഇതിൽ എക്സ്പോഷർ വയ്ക്കുന്നത് ഇവിടെയാണ്. ഇതിൻ്റെ മുൻഗാമി ഒരു ക്യാമറ ഉണ്ടായിരുന്നു. അതിലാണ് നമ്മൾ സ്ലം ഡോഗ് മില്യണയർ ഒക്കെ ഒരുപാട് ഷോട്ടുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ ഈ ക്യാമറ യൂസ് ചെയ്തിട്ടുണ്ട്. അതൊരു തൃശ്ശൂർ പൂരം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരം ക്യാമറ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഇനി വരാൻ പോകുന്ന എൻ്റെ കസിൻസ് എന്ന് പറയുന്ന സിനിമയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് തൃശ്ശൂർ പൂരത്തിൻ്റെ സ്റ്റോക്ക് ഷോട്ടുകൾ എടുത്തത് ഈ ക്യാമറയിലാണ്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, ഈ ക്യാമറ കഴുത്തിൽ തൂക്കിയിട്ട് ഒരു ക്രൗഡിനിടയിലേക്കൊക്കെ ഇറങ്ങിച്ചെല്ലാൻ പറ്റും. 70 ഒരു സ്റ്റിൽ ക്യാമറ ആയതുകൊണ്ട് നമുക്ക് ഭയങ്കര റിയലായിട്ട് റോട്ടിലോട്ട് ഇറങ്ങി ഷൂട്ട് ചെയ്യാം. സാധാരണ മൂവി ക്യാമറ കാണുമ്പം പൊതുജനം അത് കാണുമ്പോഴത്തേക്ക് നോക്കി നിൽക്കുകയും അല്ലെങ്കിൽ അതൊരു സിനിമ ഷൂട്ടിംഗ് ആണെന്നുള്ള ഇതുണ്ട്. അപ്പോൾ പക്ഷേ ഒരു സ്റ്റിൽ ക്യാമറ കണ്ടാൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. അപ്പോൾ നമുക്കൊരു കുറച്ച് റിയലിസ്റ്റിക് ആയിട്ട് 70 വെച്ചിട്ട് നമുക്ക് പല കാര്യങ്ങളും ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓൾമോസ്റ്റ് 35mm നെഗറ്റീവ് അതിൻ്റെ ഈക്വൽ സൈസ് വരുന്ന ഒരു CCD ഇതിനുണ്ട്. അത് ഇൻ്റർചേഞ്ചബിൾ ആയിട്ടുള്ള ലെൻസസ് യൂസ് ചെയ്യാം. അതോടൊപ്പം പിന്നെ ഇതിൻ്റെ ചെറിയ സൈസ്, അതൊക്കെ നമുക്ക് ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ അഡ്വാൻറ്റേജസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സംവിധാനമാണ്. ലെൻസ് മാറ്റി കഴിഞ്ഞാലുള്ള ഈ ക്യാമറയുടെ സൈസ് കണ്ടോ? ഇത്രയേ ഉള്ളൂ. ഇതിലാണ് ഒരു വലിയ സിനിമ ഷൂട്ട് ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ഏത് ലെൻസും പാകമാവും ഇതിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഏത് മൂവി ക്യാമറയിൽ ഏത് ലെൻസ് യൂസ് ചെയ്യുന്നോ അതുപോലെ ഈ ക്യാമറ ഉപയോഗിക്കാൻ പറ്റും. ഇത്രയേ ഉള്ളൂ ശരിക്കും ഇതിൻ്റെ ബോഡി എന്ന് പറയുന്നത്. ക്യൂട്ട് അല്ലേ? സിനിമ കൈപ്പിടിയിൽ ഒതുങ്ങുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. പഴയ മൂവി ക്യാമറയിൽ വലിയ ക്യാമറയുടെ മുമ്പിൽ ചെറിയ ലെൻസായിരുന്നു. ഇപ്പോൾ വലിയ ലെൻസിന് പുറകിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ചെറിയ ക്യാമറയാണ്. പഴയ കാലത്തിൽ നിന്നുള്ള മാറ്റം. നമ്മൾ നേരത്തെ 435-ൽ കണ്ട ഒപ്റ്റിമോ 12X എന്ന് പറയുന്ന ലെൻസാണ് ഇപ്പോൾ ഈ 7D വെച്ചിരിക്കുന്നത്. ഈ ക്യാമറയുടെ ബോഡിക്ക് 70,000 റുപ്പീസ് ശരിക്കും വില വരുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഫ്രണ്ടിൽ ഈ ലെൻസ് ഫിക്സ് ചെയ്യാനുള്ള ഈ മൗണ്ട് ഉണ്ടാക്കുന്നതിനാണ് ഒരു 2 ലക്ഷത്തിന് മീതെ ചിലവ് വരും. ഒരു 4 ലക്ഷത്തിൽ
ഉള്ളിൽ ഇത് സിനിമ ഷൂട്ട് ചെയ്യാവുന്ന എല്ലാ ലെൻസുകളും, സിനിമയുടെ മൂവി ക്യാമറയിൽ ഉപയോഗിക്കുന്ന എല്ലാ ലെൻസുകളും ഉപയോഗിക്കാവുന്ന വിധത്തിൽ ഈ ക്യാമറ സജ്ജമാവും. 4 ലക്ഷത്തിൽ താഴെ. അപ്പോൾ ഒരു സിനിമ സ്വന്തമായിട്ട് എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഒരു പരീക്ഷണ സിനിമയൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ക്യാമറ ഉപയോഗിച്ചിട്ട് സ്വന്തമായിട്ടൊരു ക്യാമറ മേടിച്ചിട്ട് തന്നെ വേണമെങ്കിൽ ഷൂട്ട് ചെയ്യാം. തമിഴ് പടം എന്ന പേരിലൊരു സ്പൂഫ് ഫിലിം ഇറങ്ങിയിരുന്നു. ഭയങ്കര ഹിറ്റായിരുന്നു ഇവിടെ തമിഴ്നാട്ടിൽ. ആ സിനിമ മുഴുവൻ ഷൂട്ട് ചെയ്തത് ഈ ക്യാമറയിലാണ്. ബാലാജി ശക്തിവേൽ എന്ന പ്രസിദ്ധനായിട്ടുള്ള ഡയറക്ടർ, കാതൽ, കല്ലൂരി തുടങ്ങിയ സിനിമകൾ ചെയ്ത ബാലാജി ശക്തിവേലിൻ്റെ സിനിമ, വിജയ് മിൽട്ടൻ്റെ സിനിമാറ്റോഗ്രാഫറായിട്ട് വർക്ക് ചെയ്യുന്ന സിനിമ ഇതിലാണ് വർക്ക് ചെയ്യുന്നത്, മുഴുവനായിട്ട് വർക്ക് ചെയ്യാൻ പോകുന്നത്. 25 ഡേയ്സ് ഷൂട്ടിംഗ് തീർത്ത് കഴിഞ്ഞു. മിച്ചൽ ക്യാമറ 70 വർഷം പഴക്കമുള്ള മിച്ചൽ ക്യാമറയിൽ നിന്ന് 435, 435 എക്സ്ട്രീം അങ്ങനെയുള്ള ലേറ്റസ്റ്റ് ക്യാമറകൾ വന്നതുപോലെ ഇപ്പോൾ ഡിജിറ്റൽ യുഗം ആരംഭിക്കുകയാണ്. ഡിജിറ്റൽ യുഗത്തിലെ ആദ്യത്തെ കാൽവെപ്പാണ് ഈ കാനൺ 7D. ഇനി ഇതിലെന്തൊക്കെ അത്ഭുതങ്ങൾ നമ്മൾ കാണാൻ പോകുന്നു എന്നുള്ളത് ദൈവത്തിന് മാത്രം അറിയാം. ഈ ക്യാമറയുടെ ഒരു ചെറിയ പ്രശ്നം, ഇത് 2K റെസൊല്യൂഷനിലാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഒരുപാട് തിയേറ്ററുകളിൽ ഡിജിറ്റൽ പ്രൊജക്ഷൻ ആരംഭിച്ചതുകൊണ്ട് ഇതിലെടുത്ത് ഡിജിറ്റലി ഷൂട്ട് ചെയ്തിട്ട് ഡിജിറ്റലി പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ക്വാളിറ്റിയിൽ ഒരു ലോസും ഉണ്ടാവില്ല. അത് പെർഫെക്റ്റ് ക്വാളിറ്റി ഉണ്ടായിരിക്കും. പക്ഷേ ഇത് നമ്മൾ DI ചെയ്തിട്ട് ഫിലിം ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നോർമൽ ഫിലിമിൽ ഉപയോഗിക്കുന്ന ക്വാളിറ്റിയിൽ നിന്ന് ഇതിന് കുറച്ചൊരു ക്വാളിറ്റി ലോസ് ഉണ്ടാവും. 70ലും സിനിമ എന്തായാലും ചെയ്യാം, പക്ഷെ അതിൻ്റേതായിട്ടുള്ള നെറ്റിഗ്രിറ്റീസ് ഡീൽ ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാം. കാര്യം അത് പക്ഷേ ഡീൽ ചെയ്യാൻ പറ്റണം. ഇപ്പോൾ അതിൻ്റെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ നമുക്കൊരു ഫോളോ ഫോക്കസിങ് നമുക്ക് അങ്ങനെ കൃത്യമായിട്ട് പിടിക്കുക ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആ നെറ്റിഗ്രിറ്റീസ് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാം.